ജയറാമിനെതിരെ നടി ഉഷ ഹസീന. തന്റെ സഹോദരനും നിർമ്മാതാവുമായ ഹസീബ് ജയറാമിന്റെ വാക്ക് കേട്ട് മകൻ കാളിദാസന്റെ സിനിമ നിർമ്മിച്ചെന്നും എന്നാൽ സിനിമ പരാജയപ്പെട്ടതോടെ ജയറാം തിരിഞ്ഞു നോക്കിയില്ല എന്നുമാണ് ഉഷ ഹസീന ആരോപിക്കുന്നത്. ആ സിനിമ കാരണം സഹോദരന് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല ആരോഗ്യവും തകർന്നു. സ്ട്രോക്ക് വന്ന് കിടപ്പിലായി. എന്നിട്ടും ജയറാം വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തില്ലെന്നും ഉഷ ഹസീന പറയുന്നു. ജയറാം തന്റെ സഹോദരൻ അയച്ച വോയിസ് മെസ്സേജുകളും ഹസീന പുറത്തുവിട്ടു. ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഉഷ ഹസീനയുടെ വെളിപ്പെടുത്തൽ. രോഗവിവരം അറിഞ്ഞില്ലെന്നാണ് വർഷങ്ങൾക്ക് ശേഷം ജയറാം പറഞ്ഞതെന്നും ഉഷ ഹസീന പറയുന്നു. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ സിനിമ നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് ജയറാമിനെ വെച്ച് ഗ്രാൻഡ് ഫാദർ ചെയ്തിരുന്നു. അത് മോശമായിരുന്നു. തൊട്ടുപിറകെയാണ് ഹാപ്പി സർദാർ ചെയ്യുന്നത്. തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങളെല്ലാം ഹസീബിനോട് പറഞ്ഞതാണ് ചെയ്യരുതെന്ന്. പോയ പൈസ പൊയ്ക്കോട്ടെ, ഈ പടം ശരിയാകില്ലെന്ന് പറഞ്ഞു. സാമ്പത്തിക നഷ്ടം മാത്രമല്ല അവന്റെ ആരോഗ്യവും പോകുന്ന അവസ്ഥയായി. ജയറാം പെടുത്തിയെന്നല്ല ജയറാമിന്റെ ഒരു വാക്ക്. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് പറഞ്ഞത് ജയറാമേട്ടൻ പറഞ്ഞ വാക്കാണെന്നാണ്. പഞ്ചാബിലൊക്കെ പോയായിരുന്നു ഷൂട്ട്. എന്റെ ഭർത്താവും അപ്പോൾ പറഞ്ഞതാണ് വേണ്ട, കൈവിട്ടു പോകുമെന്ന്. അപ്പോഴും അവൻ ജയറാമിനെ വിശ്വസിച്ചു. ജയറാമിന് കൊടുത്ത വാക്കാണെന്ന്. ജയറാമിന്റെ മകനെ വെച്ചാണല്ലോ. നമുക്ക് ഇവരെയൊക്കെ അറിയാവുന്നതല്ലേ, എത്രയോ വർഷമായി അറിയാവുന്നതാണ്. ജയറാം എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു. അതിലെ പോയാൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകില്ലായിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം പരാജയപ്പെട്ടിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചില്ല. അതിനുശേഷം അവന് ഒരുപാട് സാമ്പത്തിക ബാധ്യതയുണ്ടായി. അവന് സ്ട്രോക്ക് വന്നു. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. എത്രയോ ആളുകൾ ഹസീബിനെ കാണാൻ വന്നു. അവനുമായി ബന്ധമുള്ളവരാരും ആലപ്പുഴ വഴി വന്നാൽ അവനെ കാണാതെ പോകില്ല. ജയറാം പക്ഷെ ഒന്ന് വിളിക്കുകയോ കാണാൻ വരികയോ ചെയ്തിട്ടില്ല. കുറെ നാളിന് ശേഷം മകളുടെ കല്യാണ സമയത്ത് ജയറാം വിളിച്ചു. അപ്പോൾ ഹസീബിന്റെ സംസാരം തിരിയുന്നില്ല. എന്തുപറ്റി ഹസീബെ എന്ന് ചോദിച്ചു. വോയിസ് മെസ്സേജ് ഇടാമെന്ന് പറഞ്ഞു. അന്ന് അയച്ച മെസ്സേജ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നായിരുന്നു. എത്ര വർഷം കഴിഞ്ഞു അപ്പോഴേക്കും? 2018 ഹാപ്പി സർദാർ. 2019 കോവിഡ് വന്നു. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമാകാറായെന്ന് തോന്നുന്നു. അതുവരെ ജയറാം ഹസീബിനെ നിരന്തരം വിളിക്കുകയും വീട്ടിൽ വന്ന് കൊണ്ടിരുന്ന ആളുമായിരുന്നു. ഹസീബിനെ പോലെ ഇത്ര അടുപ്പമുള്ള ഒരാൾക്ക് ഇത്ര വലിയ പ്രശ്നമുണ്ടായിട്ട് അറിഞ്ഞില്ലെന്ന് അപ്പോൾ അന്വേഷിച്ചിട്ടില്ല. അയാൾ പറഞ്ഞതല്ലേ ഏതെങ്കിലും തട്ടുകേട് വന്നാൽ ഞാൻ കൂടെ ഉണ്ടാകുമെന്ന്. വോയിസ് മെസ്സേജ് ഹസീബിന്റെ കയ്യിലുണ്ട്. ആ വാക്കിന്റെ പുറത്താണ് ഹസീബ് ഈ പടം എടുത്തത് എന്ന് മോനോട് എപ്പോഴും പറയും. നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വരെ വന്നിട്ടില്ല. ഒരു സഹായവും ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ പടം കൊണ്ട് ഹസീബിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് ഉഷ ഹസീന പറയുന്നത്. ജയറാം തന്റെ സഹോദരൻ അയച്ച വോയിസ് മെസ്സേജും ഹസീന പുറത്തുവിട്ടിട്ടുണ്ട്. ഹസീബ് ലിവറിന് പ്രശ്നമുണ്ടായി എന്ന് എന്നോട് പറഞ്ഞു. ഡ്രിങ്ക്സ് കാരണം ആശുപത്രിയിലാണെന്നൊക്കെ. സ്ട്രോക്ക് വന്ന കാര്യം ഒരാൾ പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ എല്ലാം ശരിയായി. കുറച്ച് ക്രിട്ടിക്കലായിരുന്നുവെന്നും പറഞ്ഞു. സ്ട്രോക്ക് വന്ന കാര്യം ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. എല്ലാ പ്രാർത്ഥനകളും. 10 ദിവസം കഴിഞ്ഞാൽ ആലപ്പുഴ വരുന്നുണ്ട്. നേരിട്ട് വന്ന് കണ്ടോളാം എന്നാണ് ഒരു മെസ്സേജിൽ ജയറാം പറയുന്നത്. എൻ്റെ വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആ അങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി സിനിമ എടുത്തതെന്ന് ഞാൻ എപ്പോഴും പറയും. പടച്ചോൻ തിരിച്ചു തരും. ഏതെങ്കിലും രൂപത്തിൽ ദൈവം എപ്പോഴും കൂടെയുണ്ടാകും. സംഭവിച്ചത് നല്ലതെന്ന് വിചാരിക്കാം. ഇതിനാകും നല്ലത് എന്തെങ്കിലും സംഭവിക്കാമെന്ന് വിചാരിക്കാം എന്ന് മറ്റൊരു വോയിസ് മെസ്സേജിൽ ജയറാം പറയുന്നുണ്ട്.